അപ്രതീക്ഷിത വിജയങ്ങളും അട്ടിമറിയും കൊണ്ട് ശ്രദ്ധേയമാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം. ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടമുള്ള കൊല്ലം ആർഎസ്പിയുടെ ശക്തി കേന്ദ്രമാണ്. സാമുദായിക വോട്ടുകളുടെ കേന്ദ്രീകരണം സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന മണ്ഡലം കൂടിയാണ് കൊല്ലം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് കൊല്ലം. ഇടതു വലതു മുന്നണികളെ ഒരുപോലെ തുണച്ച ചരിത്രമാണ് കൊല്ലത്തിനുള്ളത്. 1952 മുതൽ നടന്ന 16 തെരഞ്ഞെടുപ്പുകളിൽ 8 തവണ ആർഎസ്പിയാണ് കൊല്ലത്ത് നിന്ന് വിജയിച്ചത്. 5 തവണ കോൺഗ്രസും 2 തവണ CPM-ഉം 1 തവണ CPI-യും ഇവിടെ നിന്ന് വിജയിച്ചിട്ടുണ്ട്. കെ കരുണാകരൻ സിവിൽ സർവീസിലായിരുന്ന എസ് കൃഷ്ണകുമാറിനെ കോൺഗ്രസുകാരനാക്കി ഇറക്കിയാണ് 1984 കൊല്ലം പിടിച്ചത്. 3 തവണ കൃഷ്ണകുമാർ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. 1996 നിലവിൽ എംപിയായ ആർഎസ്പിയുടെ NK പ്രേമചന്ദ്രൻ ആദ്യമായി മത്സരിച്ച മണ്ഡലത്തിന്റെ MP ആകുന്നത്. 1998 പ്രേമചന്ദ്രൻ സീറ്റ് നിലനിർത്തി. 1999 കൊല്ലം സീറ്റ് ആർഎസ്പിയിൽ നിന്നും CPM തിരിച്ചെടുത്തു. പിന്നീടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം സീറ്റ് തിരികെ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും CPM നൽകിയിരുന്നില്ല. 2014 തെരഞ്ഞെടുപ്പിൽ സീറ്റ് ആവശ്യപ്പെട്ട ആർഎസ്പി 6 മാസം മുമ്പ് കത്ത് നൽകിയിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല. മുതിർന്ന CPI നേതാവ് MA ബേബിയെ മത്സരിപ്പിക്കാനായിരുന്നു പാർട്ടി തീരുമാനം ഏകപക്ഷീയമാണെന്ന് ആരോപിച്ച് 2014 മാർച്ച് 7 ആർഎസ്പി ഇടതുപാളയം വിട്ട് UDF-ൽ ചേക്കേറി. MA ബേബിക്കുള്ള പ്രചാരണത്തിനിടെയാണ് അന്ന് CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയന്റെ വിവാദമായ പരനാറി പ്രയോഗം. അഭിമാന പോരാട്ടത്തിൽ 32,000-ലധികം വോട്ടിന് CPM-ന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇരവിപുരം, ചാത്തന്നൂർ, ചവറ, കൊല്ലം, പുനലൂർ, ചടയമംഗലം, കുണ്ടറ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ 7 മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിനായിരുന്നു വിജയം. ലഭിച്ച വോട്ടുകൾ കൂട്ടിനോക്കുമ്പോൾ ഇടതിന് വ്യക്തമായ മേൽക്കൈയുണ്ട്. എങ്കിലും സാമുദായിക വോട്ടുകൾ കൊല്ലത്തെ പ്രധാന ഘടകമാണ്. ഈ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഒരു നായർ സ്ഥാനാർത്ഥിയെ ജയിച്ചിട്ടുള്ളൂ. അത് മുന്നണി ഏതായാലും, അത് LDF ആയാലും UDF ആയാലും ഇവിടെ നിന്ന് ജയിച്ചിട്ടുള്ളത് ഒരു നായർ സ്ഥാനാർത്ഥിയാണ്. അത് എൻ്റെ അഭിപ്രായത്തിൽ അതൊരു അന്ധവിശ്വാസം ആണെന്ന് വേണം പറയാൻ. കാരണം അങ്ങനെ നായർ കമ്മ്യൂണിറ്റിക്ക് അങ്ങനെ ഒരു അസാമാന്യമായ ഭൂരിപക്ഷമുള്ള മണ്ഡലമൊന്നുമല്ല. 4 കമ്മ്യൂണിറ്റി, നായർ, ഈഴവ, ക്രിസ്ത്യൻ, മുസ്ലിം, ഈ 4 സമുദായങ്ങൾക്ക് മോറോർലെസ് ഈക്വൽ, ഏറെക്കുറെ തുല്യമായ ഒരു റെപ്രസെൻറ്റേഷനുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് കൊല്ലം. ബൈപ്പാസിന്റെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി ക്ഷണിച്ചതടക്കം നിരവധി വിഷയങ്ങൾ ഇപ്പോൾ തന്നെ ചർച്ചയായിട്ടുണ്ട്. കൊല്ലം ഇരുമുന്നണികൾക്കും അഭിമാന പ്രശ്നമായതുകൊണ്ട് തന്നെ കടുത്ത മത്സരമാവും ഇത്തവണയും നടക്കുക. മനോജ് PL-നൊപ്പം ബിനിൽ സാബു, മീഡിയ 1, കൊല്ലം.